ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ ചാനലൊക്കെ നോക്കിയിട്ട് എൻ്റെ ചില ഫ്രണ്ട്സിൻ്റെ ചാനലുകളിലൊന്നും കാണുന്നില്ല, വീഡിയോ ഇട്ടത് കണ്ടില്ല, ഇന്നൊന്നും കണ്ടില്ല. സാധാരണ ഞാൻ അവരുടെ വീഡിയോസൊക്കെ എന്നും രാവിലെ എഴുന്നേറ്റ ഉടനെ അത് കാണാറാണ് പതിവ്. ഇന്ന് ഏതോ അവരുടെ അമ്പലത്തിലെ ഉത്സവം കണ്ടാണ് അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ മനസ്സിലായി കാണും ഏത് ഫ്രണ്ടാണെന്ന്. ഫ്രണ്ട് അങ്ങനെ ഇരുന്ന് ഫുഡ് ഇങ്ങനെ കഴിക്കുന്നു, ആരോ വീഡിയോ എടുക്കുന്നു. ഇതാണ് കണ്ടത്. കാര്യങ്ങൾ പറയുന്നതൊന്നും ഞാൻ കേട്ടില്ല. അങ്ങനെ എന്തായാലും ഇന്നത്തെ നല്ല ഒരു ദിവസമായിരുന്നു. എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ എൻ്റെ ലൈവിൽ ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാവർക്കും ഈ നമ്മളെ എല്ലാവരെയും വളർത്തി ഇങ്ങനെ വലുതാക്കി വിടുന്നത് നമ്മുടെ അമ്മയാണ്. അച്ഛനും അതുപോലെ ജോലിയൊക്കെ ചെയ്ത് നമ്മളെ വളർത്തും. പക്ഷേ നമ്മുടെ അമ്മയുടെ പോലെ നമ്മളെ അറിയാവുന്നവർ വേറെ ആരുമില്ല. നമ്മുടെ ഓരോ സ്പന്ദനവും നമ്മളെ പറ്റി, നമ്മുടെ എന്ത് വിഷമം നമുക്കുണ്ടായാലും നമുക്കെല്ലാം ചെയ്തു തന്ന്, നമ്മുടെ തുണിയെല്ലാം കഴുകി തന്ന്, നമ്മളെ കുളിപ്പിച്ച്, നമ്മളെ പഠിപ്പിച്ച്, നമുക്ക് വേണ്ടുന്ന A to Z ചെയ്തു തരുന്നത് നമ്മുടെ അമ്മയാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴത്തെ ഈ കാലയളവിൽ ചില ആളുകൾ ഈ അമ്മയും ഒക്കെ അങ്ങ് മറന്നിട്ടുള്ളൊരു ജീവിതമാണ്. കുറേയൊക്കെ ആയി അവരൊക്കെ ഒരുമാതിരി സെറ്റിൽഡ് ആകുമ്പം പിന്നെ ഇവരെ ഒന്നും വേണ്ടാത്ത ഒരു ചിന്ത വരുന്നു. ആ ചിന്ത പാടില്ല. നമുക്ക് അവരൊക്കെയാണ് നമ്മളെ കൈപിടിച്ചുയർത്തി ഇത്രയൊക്കെ ആക്കിയെന്നുള്ളൊരു ചിന്ത എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ വേണം. നമ്മുടെ അമ്മയൊക്കെ നല്ല ഭംഗിയായിട്ട് നോക്കണം. എൻ്റെ അമ്മയൊക്കെ കൊച്ചിലേ മരിച്ച്, ഞാനൊക്കെ അമ്മൂമ്മയുടെയൊക്കെ കൂടെ നിന്ന് വളർന്നതാണ്. അതുകൊണ്ട് എനിക്കിതിൻ്റെ വിഷമം നല്ല ഭംഗിയായിട്ട് മനസ്സിലാകും. എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് പോകണം. കൊച്ചുനാളിലൊക്കെ നമ്മുടെ അമ്മ മരിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ തുണിയെല്ലാം കഴുകി, നമ്മുടെ സ്കൂളിൽ പോകുന്നതെല്ലാം തന്നെ, നമ്മളെ മുടിയൊന്നും ആരും ചീകി തരത്തില്ല. നമ്മുടെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മുടിയൊക്കെ ആരെങ്കിലും ഒന്ന് ചീകി തരും. അങ്ങനെ ഇരുന്നപ്പം കാണാൻ എനിക്ക് ഒരു ദിവസം എൻ്റെ കൂട്ടുകാരി, എൻ്റെ വീടിനപ്പുറത്ത് തന്നെ എൻ്റെ സെയിം ഏജിലുള്ളൊരു കൊച്ചാണ്. പേര് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ഇനി അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് വിചാരിച്ചാണ് ഞാൻ പേര് പറയാത്തത്. എൻ്റെ ഇൻറ്റിമേറ്റാണ്, എൻ്റെ കളിക്കൂട്ടുകാരി ആണ്, എൻ്റെ കൊച്ചിലേ ഉള്ള ഒരേ ഏജാണ്. അങ്ങനെ എൻ്റെ മുടിയൊക്കെ വല്ലപ്പോഴും ആയിരിക്കും വരുന്നത്. അവരുടെ അമ്മാമ്മയുടെ വീട്ടിലാണ് വരുന്നത്. അവിടെയാണ് വല്ലപ്പോഴും ഈ വെക്കേഷനൊക്കെ വരുന്നത്. അപ്പോഴും എൻ്റെ മുടി, എനിക്ക് അന്ന് നല്ല മുടിയുണ്ട്, ഇവിടം വരെ നല്ല മുടിയുണ്ട്. ആ കൊച്ചിനാണെങ്കിൽ ഇങ്ങനെ മുടി വെട്ടിയിട്ട് ഇത്രയേ ഉള്ളൂ അമ്മ. അന്നേരം എനിക്ക് ഈ മുടിയും കൂടെ ഉള്ളതുകൊണ്ട് വലിയ സ്നേഹമാണ്. മുടി ഇല്ലെങ്കിൽ എല്ലാവർക്കും മുടി ചീകി കൊടുക്കുന്നതിനും എല്ലാം ഒരു സന്തോഷമാണ്. മുടിയുള്ളവരുടെ അടുത്ത് ഒരു പ്രത്യേക സ്നേഹമായിരിക്കും. അപ്പോൾ അന്ന് എനിക്ക് നല്ല തിക്ക് മുടിയുണ്ടായിരുന്നു, ഇവിടം വരെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ മുടിയൊക്കെ നല്ല ചീകി കെട്ടിത്തരും. അല്ലാതെ നമ്മുടെ അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെയൊന്നും ആരും പിന്നെ നോക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ളൊരു കെയറിങ് നമുക്ക് കിട്ടത്തില്ല. സ്നേഹമായിരിക്കും, നമ്മളെ വളർത്തും, നമുക്ക് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളും എല്ലാം തരും. അങ്ങനെയൊക്കെ നമ്മളെ വളർത്തും. നമുക്കൊരു ബുദ്ധിമുട്ടും ആരും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കിട്ടണമെന്നില്ല. കാരണം ഇപ്പം ഞാൻ വിചാരിക്കുക, എന്നെ സ്കൂളിൽ വിടുമ്പോൾ എൻ്റെ മുടിയൊക്കെ ഒന്ന് ചീകി ആരെങ്കിലും തന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴും. എന്ന് വെച്ചാൽ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഒരു 4ൽ സ്കൂൾ അടച്ചിരുന്നപ്പോഴാണ് എൻ്റെ അമ്മയൊക്കെ മരിച്ചത്. അപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഒരു 5ാം ക്ലാസ്സിൽ ഒക്കെ പോകുമ്പോൾ എൻ്റെ മുടിയൊക്കെ അന്ന് എനിക്ക് നല്ല മുടിയുണ്ട്. പിന്നെയാണ് എന്നെ മുട്ടയടിച്ചത്. അന്നേരം ഈ മുടിയൊക്കെ ചീകി കെട്ടി നമ്മളെ ഇച്ചിരി ഓമനിച്ചൊക്കെ വിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പല സമയങ്ങളുമുണ്ട്. പക്ഷേ അതൊന്നും എല്ലാം അങ്ങ് മിസ്സായി. ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി. അപ്പം ഈ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് അവരെ കൊണ്ട് നമുക്ക് പ്രയോജനങ്ങളേ ഉള്ളൂ. നമ്മുടെ അച്ഛനെയും അമ്മയും കൊണ്ട് നമുക്കൊരു കൂട്ടാണ്. എല്ലാവരും അത് മനസ്സിലാക്കണം. നമ്മളെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീടും പൂട്ടി നമുക്ക് ഇറങ്ങണ്ട. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ. അമ്മയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അച്ഛൻ്റെ കാര്യം കൂടാണ് ഈ പറയുന്നത്. വീട്ടിൽ എല്ലാ കാര്യങ്ങളിലും ഇവരുടെ കണ്ണ് എത്തും. നമ്മുടെ മക്കളെ വളർത്തുന്ന കാര്യത്തിലായാലും, അവരെ സ്കൂളിൽ നമ്മുടെ മക്കളെ സ്കൂളിലാക്കുന്ന കാര്യത്തിലായാലും, അവർക്ക് കൃത്യമായിട്ട് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലായാലും, എപ്പോഴും അവർക്കൊരു അസുഖം വന്നാലും എല്ലാം ഇങ്ങനെ കൊണ്ട് കിടന്ന് നോക്കാനും എല്ലാം നമുക്ക് എപ്പോഴും ഒരു താങ്ങും തണലുമാണ് നമ്മുടെ അമ്മയെന്ന് പറയുന്നത്. ഈ അമ്മമാരെയാണ് വലുതായി സ്വന്തം കാര്യമായി കല്യാണം എല്ലാം കഴിഞ്ഞ് മക്കളൊക്കെ നല്ല ഇതാകുമ്പോഴത്തേന് പിന്നെ ഇവരെ
അങ്ങ് അധികപ്പറ്റാകുന്നത്. അങ്ങനെ പാടില്ല. നമ്മൾ അവരെ കെയർ ചെയ്ത് സ്നേഹിച്ച് നമ്മളെ കൂടെ നിർത്തി ഇത് കണ്ടായിരിക്കും നമ്മുടെ മക്കളും പഠിക്കുന്നത്. അപ്പം നമ്മളെ അതുപോലെ അവർ നോക്കും. ഇത് നമുക്ക് ഈ വിതയ്ക്കുന്നത് കൊയ്യുമെന്ന് പറയുന്നത് സത്യമാണ്. നമ്മളെ അമ്മയൊക്കെ നല്ല പൊന്നുപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ആരെങ്കിലും നോക്കും. ഇന്ന ആളെന്നൊന്നുമില്ല, എന്നാൽ ഏതെങ്കിലും ഒരു കരം വന്ന് നമ്മളെ നോക്കിയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം മനസ്സിലാക്കി എല്ലാ അമ്മമാരെയും നല്ല പൊന്നുപോലെ നോക്കാൻ മറക്കരുത്. അഥവാ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നോക്കാൻ സ്വന്തമായിട്ട് ജോലിക്കൊക്കെ പോകുമ്പം പറ്റിയില്ലെങ്കിൽ നല്ല കെയർ കൊടുത്ത് തന്നെ അവരെ നോക്കുന്നതിന് വേണ്ടുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. മാനസികമായിട്ട് ഒരു വേദന അവർക്കുണ്ടാകരുത്. ചില മക്കളാണെങ്കിൽ തിരിഞ്ഞു നോക്കത്തില്ല. അവരൊന്ന് വരണേന്നെങ്കിലും ആഗ്രഹിക്കും. ഇപ്പം സിനിമാ താരം ഉണ്ടല്ലോ, അദ്ദേഹം അങ്ങ് മരിച്ച്. അറിയപ്പെടുന്ന നടനൊക്കെ ആയിരുന്നെങ്കിലും പുള്ളി കുടുംബമൊന്നും സമയത്ത് നോക്കാഞ്ഞത് കാരണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാഞ്ഞത് കൊണ്ട് അവർ ഉപേക്ഷിച്ച് പോയി. വന്നിട്ട് വയസ്സാം കാലത്ത് കിട്ടിയ അനുഭവം കണ്ട എത്രയോ പ്രാവശ്യം ആ പുള്ളി. അപ്പം നമ്മൾ നമ്മുടെ അമ്മയൊക്കെ നല്ല പൊന്നുപോലെ കെയർ ചെയ്യുമ്പം നമ്മളെ ആരെങ്കിലുമൊക്കെ കെയർ ചെയ്യും. നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. നമ്മളെ മക്കൾ ഇത് കണ്ട് പഠിക്കും. ഇതെല്ലാം കൊച്ചുനാൾ തൊട്ടേ ഇതെല്ലാം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെങ്ങനെയാണെന്ന്. അവരുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ ചെയ്യുന്നത് കടന്നു വരും. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, അത് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണം. ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെ ഒക്കെയാണ് കൂട്ടുകാരെ കാര്യങ്ങൾ. ഇന്ന് 2 ദിവസം വീട്ടിൽ നിന്നിട്ട് ഒരൊറ്റ സ്ഥലത്തും എങ്ങും പോയില്ല. കാരണം ഇപ്പം ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കുറച്ച് പാടാണ്. എല്ലാം കുറേ നാളത്തേന് വരെ ബുക്കിങ്ങൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ചൂടാണ് പുറത്തെങ്ങനെ പോകാനായിട്ട്. അത് കാരണം വീട്ടിൽ തന്നെ ഇരുന്ന് പറമ്പിലെ പുല്ല് പറിപ്പ്, പറമ്പ് ചെത്തക്കം, കരിയിലെ തീയിടിയിൽ. ഇന്ന് ഈ 2 ദിവസം ഇത് മാത്രമാണ് നടന്നത്. പിന്നെ സാധാരണ പോലെ ചോറ് കറിയൊക്കെ വെച്ച് പിന്നെ കഴിച്ച് കുറേ സമയം ഉച്ചയ്ക്ക് കിടന്നങ്ങ് ഉറങ്ങി. ഇനി രാത്രി അടിച്ചു വന്നാൽ ഇനി ഉറങ്ങത്തില്ല. അതുകൊണ്ട് ഇനി 11:30-12 മണി കഴിഞ്ഞേ കിടക്കുന്നുള്ളൂ. നല്ല ചൂടുണ്ട്. ഈ ഫാനിപ്പോൾ സ്പീഡ് കുറച്ചിട്ടേക്കുന്നുണ്ട്. പുറത്തും നല്ല ചൂടുണ്ട്, അകത്തും നല്ല ചൂടുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെ കാര്യം മാത്രം നോക്കി വീട്ടിലങ്ങ് നിന്നു. ഒരൊറ്റ സ്ഥലത്തും പോയില്ല. ഇതൊക്കെയാണ് 2 ഡേയ്സ് വിശേഷങ്ങൾ. സാറ്റർഡേ സൺഡേ കുറേ മനക്കോട്ട കെട്ടിയിരുന്നത് ഒന്നും നടന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ അതൊരു കാരണവശാലും നടക്കത്തില്ല. അതെ, പക്ഷെ നമ്മളൊരു കാര്യം സീക്രട്ടായിട്ട് ചെയ്യാൻ പോവുകയെന്ന് വെച്ചങ്ങ് ചെയ്തു നോക്കിയാണ് അത് നടന്നിരിക്കും. അത് കാരണം ഞാൻ ഈ ഓണത്തിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് പറയത്തില്ല. അത് പോയിട്ട് വന്നിട്ടായിരിക്കും ഇന്ന സ്ഥലമാണെന്ന് അറിയുന്നത്. എങ്കിലേ അത് നടക്കും. പറഞ്ഞ് നടക്കുന്ന ഒരു കാര്യം നടക്കത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കാണുമെന്ന് എനിക്കറിയാം. ഞാൻ എന്തൊക്കെയാണെന്ന് കഴിച്ചതെന്ന് പറയാം. ചോറ് വെച്ച് രാവിലെ കഞ്ഞി കുടിച്ച്. എനിക്ക് ഇന്ന് ഇച്ചിരി ചൂട് കഞ്ഞി കുടിക്കണമെന്നുണ്ട്. ചൂട് കഞ്ഞിക്കകത്ത് അല്പം തേങ്ങയും കൂടെ ഇട്ട്, തേങ്ങ ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞ് എൻ്റെ പാല് ഒഴിച്ച്, പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കലക്കി, വെള്ളം മാത്രമേ കാണത്തുള്ളൂ, ഒരു നുള്ളു ചോറേ ഇടൂ. ഇതാണ് എൻ്റെ കഞ്ഞി. അത് കുടിച്ച് പിന്നെ അത് കഴിഞ്ഞ് ചോറ് വെച്ച് ചക്ക അടത്തി അത് എല്ലാം അരിഞ്ഞ് പിറക്കി കറി വെച്ച് ചക്ക കൂട്ടാൻ വെച്ച്, ചിക്കൻ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതുകൊണ്ട് അത് പകുതി ഇരുന്നു, അതെടുത്ത് കറി വെച്ച്. ഇതൊക്കെയായിരുന്നു ചക്ക ചിക്കൻ. ഇതാണ് ഇന്നത്തെ എൻ്റെ കോമ്പിനേഷൻ കറി. അതൊക്കെ കൂട്ടി കഴിച്ച് ഇവിടെ ഇരിക്കുന്നു. ഇനി ഉറങ്ങൂല, ഞാൻ പറഞ്ഞില്ലേ. ചൂടെടുക്കുന്ന കാരണം ഉറങ്ങത്തില്ല. പകൽ കിടന്ന് ഉറങ്ങിപ്പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ പകൽ കിടന്ന് ഉറങ്ങിക്കൂടാ. ഉറങ്ങിയാൽ വണ്ണം കൂടും. ഇപ്പം തന്നെ വെയിറ്റ് കൂടുന്നുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും കുറയുന്നുമില്ല. ഫുഡ് കൺട്രോൾ ചെയ്യുന്നില്ല. അതാണ് കാര്യം. ഡയറ്റ് എടുക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല.
നടക്കാത്ത കാര്യം ഇങ്ങനെ ചെയ്യുന്ന. ശകലം വണ്ണം വെച്ചത് ഇനി കുറയ്ക്കണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടാണ്. ഇതൊക്കെയായിരുന്നു. അമ്പലത്തിനും പോയില്ല. സോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു. ടാറ്റ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.